പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി നമുക്ക് ദൈവം തമ്പുരാൻ തരികയും ആയുസ്സും ആരോഗ്യവും ബലവും ശേഷിപ്പിക്കുകയും കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ നാവുകളെയും നമ്മുടെ കരങ്ങളെയും നമ്മുടെ ശരീരത്തെയും ബലപ്പെടുത്തുകയും ചെയ്ത സർവശക്തനും നീതിസൂര്യനുമായ ദൈവമായ കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയ്ക്കായി അതിനാധാരമായി മലാക്കി പ്രവചനം 3-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. മലഖായി ചാപ്റ്റർ 3 വേഴ്സ് 1 and 2. എനിക്ക് മുമ്പായി വഴിനിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ 6 നിലനിൽക്കും. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയുമായിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും. ഓക്കെ, ഈ വചനം തീരുന്നില്ല, അല്പം കൂടെ ബാക്കിയുണ്ട്. എന്നാലും ആ തുടക്ക വചനം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഒത്തിരി പരിചയമില്ല, പക്ഷെ പരിചിതമാണ്. ഇതൊരു മശിഹൈക പ്രവചനം എന്ന് പറയാം. മശിഹൈക പ്രവചനം യേശു കർത്താവിനെ കുറിച്ച് കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനായ മലാക്കി. യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്, യിരെമ്യാവ് പ്രവചിച്ചിട്ടുണ്ട്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്, ഹബക്കൂക്കുണ്ട്. ആ കൂട്ടത്തിൽ മലാക്കി പ്രവാചകൻ, മലാക്കി എന്ന ദൈവത്തിന്റെ പ്രവാചകൻ യേശു കർത്താവിനെ കുറിച്ച് പ്രവചിക്കുന്ന മശിഹൈക പ്രവചനമാണ് വായിച്ചു കേട്ടത്. എനിക്ക് മുമ്പായി വഴിനിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ഒരു വചനം ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ അന്തരംഗത്തിൽ ആത്മാവിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. എനിക്ക് മുമ്പായി വഴിനിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? ന്യായത്തോടെ നീതിപാലനം ചെയ്യും. കർത്താവിനെ കുറിച്ചുള്ള പ്രവാചകമാണ്. അപ്പൊ ഈ വചനം വായിച്ചു കേൾക്കുമ്പോൾ ഇത് നമുക്ക് വേണ്ടിയുള്ള പ്രവചനം ആയിരുന്നില്ല. നമ്മളുമായിട്ട് ബന്ധമില്ല പ്രവചനത്തിന്. കാരണം നാം ആരും കാത്തിരുന്ന മശിഹയോ കാത്തിരുന്ന കർത്താവിനെ നോക്കിയിരുന്നില്ല. നോക്കിയിരുന്നത് യഹൂദ വംശജരാണ്. യഹൂദ പാരമ്പര്യത്തിലുള്ള അബ്രഹാമിന്റെ മക്കളായ എബ്രായരാണ് നോക്കിയിരുന്നത്. അവര് നോക്കിയിരുന്നപ്പം പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കനുസൃതമായി കർത്താവ് മലാക്കി പ്രവചനത്തിലൂടെ ഒരു പ്രവാചക ശബ്ദം അറിയിക്കുകയാ. ഈ കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ആ പ്രവചന ശബ്ദം ഏകദേശം AD 400 കാലഘട്ടം, BC 400 കാലഘട്ടത്തിലായിരിക്കണം. ജനിക്കുന്നതിന് 300-400 വർഷങ്ങൾക്ക് മുമ്പ് അറിയിക്കുക, നിങ്ങൾ കാത്തിരുന്ന കർത്താവും നിങ്ങൾ കാത്തിരുന്ന യഹോവയും നിങ്ങളുടെ നീതിപാലകനും ന്യായം വിധിക്കുന്നവനും നിങ്ങളുടെ നീതി നടത്തിത്തരുന്നവനും നേരോടെ ന്യായം വിധിക്കുന്നതിന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. നിർഭാഗ്യവശാൽ യഹൂദ ജനത്തിന് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ ശേഷിപ്പൊഴിച്ചിട്ട് ബാക്കി ആർക്കും കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വചനം വായിക്കുന്നതിൽ അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനോ അവനെ കൈക്കൊള്ളാത്തത് കൊണ്ട് ആ രക്ഷ ജാതികളിലേക്ക് വന്നു. ഇതാണ് ആ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. അപ്പോ തന്നെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു സന്ദേശം ദൈവജനത്തോട് അറിയിക്കാനുണ്ട്. എനിക്ക് മുമ്പായി വഴിനിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഒരു ദൂതനെ അയച്ച് യേശു കർത്താവിന് വേണ്ടി വഴിനിരത്താൻ യോഹന്നാൻ സ്നാപകനെ മുമ്പേ അയച്ച് കർത്താവ് വരികയാണ്. കർത്താവ് വരുമ്പോൾ അത് യഹൂദ ജനത്തിനു വേണ്ടി ആയിരുന്നെങ്കിലും മാറിപ്പോയി. ഭാഗ്യവശാൽ രൂത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ബോവസിന്റെ വയലിൽ ചെന്നുപെട്ടു. ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിട്ടും ആ വീണ്ടെടുപ്പുകാരനെ മറികടന്ന് ബോവസിന്റെ വയലിൽ ഭാഗ്യവശാൽ എത്തിയതുപോലെ ഈ വചനം കേൾക്കുമ്പോൾ ഭാഗ്യവശാൽ ഈ കർത്താവിന്റെ മണവാട്ടിയെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന്റെ പാത്രമായി മാറി. കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് കുഞ്ഞേ നീ ഉണ്ടായത് ഭാഗ്യമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് 3:16 യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കരുത് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
അപ്പോസ്തല പ്രവൃത്തി 4:12 ഇങ്ങനെ പറയുന്നു, ഒരുത്തനെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഗലാത്യർ 3:12 പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് ആ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നമുക്കായി, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം പറയുന്നു, അവർ വിളിച്ചവരെ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. കർത്താവ് നിന്നെ വീണ്ടെടുത്തു, കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തു. കർത്താവ് തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഭാഗ്യവശാൽ നീ ഉണ്ടായി. പണ്ടൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കലേ ഇന്റർവ്യൂവിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെയുമായിട്ടൊരു കാളവണ്ടിക്കാരൻ പോവുക. ആ കാളവണ്ടിക്കാരൻ 3-4-5 പേരുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയത് കുറച്ച് പൈസ മാത്രമാണ്. ട്രിപ്പ് പോവുക, ഇന്റർവ്യൂവിന് വേണ്ടി പോവുക. നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ട ആളുകളായിട്ട് പോവുക. ആളുകളെല്ലാം ചെന്നു, സൂട്ടും കോട്ടും ഇട്ട ആളുകളെല്ലാം ചെന്നു. അവരെല്ലാവരും ഇന്റർവ്യൂവിന്റെ വാതിക്കലെത്തി. വഴിയിലെ മാർഗതടസ്സമായിട്ട് കുറച്ച് കല്ലുകൂട്ടമായിട്ട് ഒരു വാഹനം വഴി പോകാൻ പറ്റാത്തൊരു കുതിരവണ്ടി അവിടെ കിടക്കുകയാണ്. ആ പോയവരോടെല്ലാം സഹായം ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് നേരമില്ല, ഇന്റർവ്യൂ ആണ്, ഞങ്ങൾക്ക് ടൈമിന് ഇന്റർവ്യൂവിന് എത്ര, ഞങ്ങൾക്ക് നേരമില്ല. ഈ കാളവണ്ടിക്കാരൻ പെട്ടെന്ന് അവരെ ഇന്റർവ്യൂവിന്റെ സ്ഥലത്തേക്ക് ഇറങ്ങി അവർ നടക്കാൻ വിട്ടിട്ട് ഈ കാളവണ്ടിക്കാരൻ മടങ്ങി വന്നിട്ട് ഈ കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഈ കുതിരവണ്ടിക്കാരന്റെ മുമ്പിലുണ്ടായിരുന്ന കല്ലുകളെല്ലാം ചവിട്ടി മാറ്റി അദ്ദേഹത്തിന്റെ ആ കുതിരയുടെ കാല് കുളമ്പ് വീണ് കിടന്നിടത്തുനിന്ന് കുതിരയുടെ കാല് വലിച്ചെടുത്ത് അതിന്റെ ലാടമടിച്ച് ശരിയാക്കി ഈ കുതിരവണ്ടി ഒന്ന് നേരെയാക്കി ആ കുതിരവണ്ടിയിൽ അദ്ദേഹത്തെ സ്ഥലത്തെത്തിച്ചു. ഈ മനുഷ്യനോട് ചോദിച്ചു, മറ്റാർക്കും സൂട്ടും കോട്ടും ഇട്ട് വന്ന് മറ്റാർക്കും തോന്നാത്ത ദയ നിനക്കെന്താ തോന്നിയത്? അദ്ദേഹം പറഞ്ഞു, അവരെല്ലാം വലിയ ആളുകളാണ്, അവരെല്ലാം സൂട്ടും കോട്ടും ഇട്ട് ഇന്റർവ്യൂവിന് വന്ന ആളുകളാ. അവരൊക്കെ ആ ഇന്റർവ്യൂവിന്റെ പ്രതീക്ഷയോടെ എത്തിയ ആളുകൾ. അവർക്ക് ഒന്നും സമയമില്ല. അവരുടെ വസ്ത്രം, അവരുടെ മാന്യത, അതിനൊന്നും അവരെ സമ്മതിക്കുന്നില്ല. അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം, ജോലി അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ എനിക്കിതൊന്നുമില്ല, എനിക്ക് ആകെ വേണ്ടിയ പണമായിരുന്നു. അവരെ കൊണ്ടുവിടുന്ന ഉത്തരവാദിത്വം മാത്രമാണ്. ഈ കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം, ഞാൻ നിങ്ങളെ എത്തിക്കാം. ആ കുതിരയെ മാറ്റിക്കെട്ടി കാളവണ്ടിക്കകത്ത് ഈ മനുഷ്യനെ കയറ്റി ഇന്റർവ്യൂവിന്റെ സ്ഥലത്തെത്തിച്ചു. ഈ മനുഷ്യൻ അകത്തോട്ട് പോയി നല്ല ഡ്രസ് ഇട്ട് മടങ്ങി വന്നു. ആ സൂട്ടും കോട്ടും ഇട്ട സകല പേരും ഇന്റർവ്യൂവിന് വേണ്ടി ഒരു പിടി ആളുകൾ നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് നിന്ന് ഈ മനുഷ്യൻ ഇറങ്ങി വന്ന് ആ കാളവണ്ടി ഓടിച്ചു വന്ന ആ മുഷിഞ്ഞ വസ്ത്രധാരിയെ അദ്ദേഹത്തെ വിളിച്ചു, നീങ്ങുവാ. അദ്ദേഹം പറഞ്ഞു, ഞാനോ? നീ വാ. അദ്ദേഹം ആ മനുഷ്യൻ എല്ലാവരുടെയും കേൾക്കപ്പെടും, നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വസ്ത്രമില്ല, ഞാൻ വസ്ത്രം തരാം. എനിക്ക് മുഷിഞ്ഞ വസ്ത്രമാ, ഞാൻ എൻ്റെ മുടിയൊന്നും ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടില്ല, ഞാൻ നിന്നെ നന്നാക്കിയെടുക്കാം, ഞാൻ നിന്നെ കുളിപ്പിച്ചോളാം. എനിക്കതിനു വേണ്ട വിദ്യാഭ്യാസമില്ല, ഞാൻ അതിനു വേണ്ട വിദ്യാഭ്യാസം തരാം. എനിക്ക് ട്രെയിനിങ് ഇല്ല, ഞാൻ ട്രെയിനിങ് തരാം. എനിക്ക് വേണ്ടിയത് മിടുക്കന്മാരെ അല്ല, വിശ്വസ്തനായ സഹായ മെന്റാലിറ്റിയുള്ള ഒരുവനെയാണ്. ബാക്കി എല്ലാവരും വിളിപ്പേരായി നിൽക്കുമ്പോൾ ഈ കാളവണ്ടി ഓടിച്ചു വന്ന് ആ മനുഷ്യനെ സൂട്ടും കോട്ടും ടൈയും ഇടിപ്പിച്ച് അദ്ദേഹം തന്റെ ഓഫീസിനകത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ബാക്കി എല്ലാവരുടെയും ചാൻസ് പോയി, ഈ മനുഷ്യനെ ഞാൻ തെരഞ്ഞെടുത്തു. സത്യത്തിൽ ഇത് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഒരു കാളവണ്ടിക്കാരനെയും ഒരു ഇന്റർവ്യൂവിനും തെരഞ്ഞെടുത്തിട്ടില്ല. അവർക്ക് വേണ്ടി ഇത് മിടുക്കന്മാരെയാണ്, അവർക്ക് വേണ്ടി ഇത് അവരുടെ ബിസിനസ്സിന് വോളിയം കൂട്ടുന്നവരെയാണ്, നല്ല മാർക്കറ്റ് റെപ്രസെന്റേറ്റീവ്സിനാണ് അവർക്ക് വേണ്ടി ഇത്. പക്ഷേ ഇത് സംഭവിച്ചിട്ടില്ല. ഇത് ഉലകത്തിൽ ഒരിടത്ത് സംഭവിച്ചിട്ടില്ല. പക്ഷെ സംഭവിച്ച ഒരിടമുണ്ട്, അത് സ്വർഗമാണ്. സ്വർഗം പറഞ്ഞു, ദൈവം അന്വേഷിക്കുന്നത് മിടുക്കന്മാരെയല്ല, ദൈവം വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്നു. മിടുക്കുകൊണ്ടല്ല, കഴിവുകൊണ്ടല്ല, പ്രാപ്തി കൊണ്ടല്ല, ദൈവത്തോടുള്ള വിശ്വസ്തത കൊണ്ട്, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നീ തെരഞ്ഞെടുക്കപ്പെട്ടതാ. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി നീ തെരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാ. തെരഞ്ഞെടുക്കപ്പെട്ടവനെ മാറോട് ചേർത്തടച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, നിന്നെ ആവശ്യമുണ്ട്, നിന്നെ ഇവിടെ ആവശ്യമുണ്ട്, നിന്റെ വിശ്വസ്തത കർത്താവിന് ആവശ്യമുണ്ട്. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. അവൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കുക. ആ കൂട്ടത്തിൽ നീയുണ്ട്. നിയമിക്കപ്പെട്ടത് നീയാ. അത് അർഹതയില്ലാത്ത നിന്നെ നിയമിക്കപ്പെട്ടത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. ആ വിശ്വസ്തനായി ദൈവത്തിന്റെ പക്കൽ നീ ആ വിശ്വസ്തത ഓർത്തുകൊണ്ട് ഓരോ ദിവസവും നന്ദിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നിന്നെ കൈവിട്ട് കളയുന്നവനല്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടിയിരിക്കാമെന്ന് വാക്ക് തന്നെ കർത്താവ് കൂടിയിരിക്കുന്നവനാ.
മാറോട് ചേർത്ത് പിടിക്കുന്നവനാ. നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നവനാ. കൂടിരുത്തുന്നവനാ. മാറോട് ചേർത്തടയ്ക്കുന്നവനാ. കർത്താവ് നിന്നെ കൂടിരുത്തുന്നവനാ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയുള്ളവരെ അനുഗ്രഹിക്കുന്നു. വചനം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ വചനം കേട്ടത് ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ യൂത്ത് വന്നതുപോലെ കർത്താവിന്റെ വയലിനകത്ത്, കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളെ ചേർത്ത ദൈവോർമ്മയ്ക്കായി നന്ദി പറയുന്നു. കാട്ടൊലിവായിരുന്ന ഞങ്ങളെ നാട്ടൊലിവോട് ഒട്ടിച്ച് അതിന് തക്ക ഫലം കായ്ക്കാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾക്ക് കൃപയും ശക്തിയും ബലവും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യുന്നു. മുമ്പായി ദൂതനെ അയച്ച് കർത്താവിന്റെ വരവ് പൂർത്തീകരിച്ച് ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സ്വർഗം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസം അനുഗ്രഹമാക്കുന്നതിനായി നന്ദിയോടെ അങ്ങയുടെ തെരഞ്ഞെടുപ്പിന്റെ വാല്യൂ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാന മുഹൂർത്തം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ വീണ്ടും കാണാം. തമ്മിൽ കാണുവോളം ദൈവകൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.